Hello dear students, once again welcome to EduPort. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുസാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കേരളത്തിലുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കോളേജാണ് കുസാറ്റ് എന്ന് പറഞ്ഞുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീനെ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പേരാണ് കുസാറ്റ് എന്നുള്ളത്. ആൻഡ് മെയിൻ ക്യാമ്പസ് എന്ന് പറഞ്ഞുള്ളത് എറണാകുളം തൃക്കാക്കരയിലാണ്. ഇവിടെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മോസ്റ്റ് ഓഫ് ദി അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ളത് മെയിൻ ക്യാമ്പസ് ആയുള്ള തൃക്കാക്കരയിലാണ്. അടുത്ത ക്യാമ്പസ് എന്ന് പറഞ്ഞുള്ളത് എറണാകുളത്ത് തന്നെയുള്ള ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറൈൻ സയൻസ് ആൻഡ് ഒപ്പം തന്നെ അക്വാറ്റിക് റീസർച്ച് സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ക്യാമ്പസിലാണ്. ആൻഡ് അടുത്ത ക്യാമ്പസ് എന്ന് പറഞ്ഞുള്ളത് പുളിങ്കുന്ന് ക്യാമ്പസ് ആണ്. അത് കുട്ടനാടാണ്, ആലപ്പുഴ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ് ഒപ്പം തന്നെ സസ്റ്റൈനബിൾ ടെക്നോളജി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് 3 ക്യാമ്പസുകളാണ് നമ്മളുടെ കുസാറ്റിനുള്ളത്. ഇനി കുസാറ്റിൻ്റെ മേജർ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. 2024 NIRF റാങ്കിങ്ങിൻ്റെ ബേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 34ാമത് റാങ്കിൽ വന്നിട്ടുള്ള ഒരു കോളേജാണ് കുസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. NIRF സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണ്. അതായത് ഇന്ത്യയിലുള്ള മികച്ച കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, റീസർച്ച് ആൻഡ് അതർ ഇന്നോവേഷൻ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ ഒരു റാങ്കിങ് സിസ്റ്റം ആണത്. അപ്പോൾ അതിൽ ഓൾ ഇന്ത്യയിൽ മൊത്തത്തിൽ 34ാമത്തെ റാങ്ക് വന്നിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് കുസാറ്റ് എന്ന് നിങ്ങൾ ഓർക്കുക. ആൻഡ് 2025 എത്തിയപ്പോൾ അവിടെ വീണ്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 32ാമത്തെ റാങ്കിലേക്ക് എത്താനും കുസാറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഒപ്പം തന്നെ സ്റ്റേറ്റ് വൈസ് റാങ്കിങ്ങിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 2024 10ാമത്തെ റാങ്കായിരുന്നു. ആൻഡ് 2025 എത്തിയപ്പോൾ അവിടെ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 6ാമത്തെ റാങ്കിലേക്ക് ആരും മാറിയിട്ടുണ്ട്, കുസാറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലാണ് നമുക്ക് NIRFൻ്റെ റാങ്കിങ്ങിൽ കാണാൻ പറ്റുന്നത്. അടുത്തൊരു അച്ചീവ്മെൻ്റ് ആണ് QSW സസ്റ്റൈനബിലിറ്റി റാങ്കിങ് 2024 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റാങ്ക്ഡ് 921-940 ആണ്. ഈ QSW സസ്റ്റൈനബിലിറ്റി റാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ റാങ്കിങ് ആണ് ഫോർ കോളേജസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് ബേസ്ഡ് ഓൺ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാൻഡിലാണ് ഇതൊരു റേഞ്ച് ഓഫ് ആണ് വരുന്നത്. 921-940 എന്ന് പറഞ്ഞ ഒരു ബാൻഡ് ഓഫ് റാങ്കിങ് ആണ് വരുന്നത്. എന്നാൽ 2025 എത്തിയപ്പോൾ അവിടെ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 777 എന്ന് പറഞ്ഞുള്ള ഒരു ബാൻഡിലേക്ക് ആര് മാറിയിട്ടുണ്ട്, കുസാറ്റ് മാറിയിട്ടുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാക്കിൻ്റെ UGCയുടെ അണ്ടറിലുള്ള ആളാണ് നാക്. സോ നാക്കിൻ്റെ ബേസിസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ A+ കാറ്റഗറിയിൽ ഉൾപ്പെട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് കുസാറ്റ്. നിങ്ങൾ ഓർത്ത് വെക്കുക. എഡ്യൂക്കേഷൻ ആണെങ്കിലും റീസർച്ച്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നോവേഷൻ എല്ലാത്തിലുള്ള ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിലാണ് ഒരു A+ എന്ന് പറഞ്ഞുള്ള ഹൈ കാറ്റഗറിയിൽ കുസാറ്റ് വന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലാണ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുക. അടുത്തത് നമുക്ക് എങ്ങനെ കുസാറ്റിലേക്ക് അഡ്മിഷൻ പോസിബിൾ ആവുമെന്നോ നോക്കാം. സോ കുസാറ്റിലേക്കുള്ള അഡ്മിഷൻ ഈസ് ത്രൂ കുസാറ്റ് ക്യാറ്റ് എക്സാം എന്നുള്ള ഒരു എക്സാം ബേസിലാണ്. അപ്പോൾ നിങ്ങൾ കുസാറ്റ് ക്യാറ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് നമുക്ക് മാർച്ച് 5 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും അപ്ലിക്കേഷനിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ല അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കാതെ എത്ര പെട്ടെന്ന് പോസിബിൾ ആവുന്നോ അത്ര പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ആൻഡ് എക്സാം മെയ് 9 മുതൽ 11 വരെയാണ്. അതായത് മെയ് 9, 10, 11 തീയതികളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് എക്സാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കിട്ടുന്നതാണ്. admissions.kusat.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള അപ്ഡേറ്റ്സും ഒക്കെ അവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇത്തരത്തിലാണ് നിങ്ങൾ നോക്കാനുള്ളത്. ആൻഡ് എക്സാം ഈസ് ത്രൂ ഓൺലൈൻ ആണ്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമുക്ക് കുസാറ്റ് ക്യാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുസാറ്റിലെ മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്നോളജി, സയൻസ്, മറൈൻ സയൻസ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസ്, ലോ, സോഷ്യൽ സയൻസ്, മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. ആൻഡ് ടോപ്പ് UG പ്രോഗ്രാംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ BTech അവിടെ പ്രൈമറി കോഴ്സായിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, ഒപ്പം തന്നെ BTech ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, BTech ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. BTech ഇൻ പോളിമർ എഞ്ചിനീയറിംഗ്, ഇൻ്റഗ്രേറ്റഡ് MSc പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സയൻസ് അല്ലെങ്കിൽ CS ഇൻ്റഗ്രേറ്റഡ് MSc നമുക്ക് കുസാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ BTech ഇൻ IC, BTech ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇത്തരത്തിലുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കോഴ്സാണ് BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ആൻഡ് അതൊരു IMU CET എന്ന് പറഞ്ഞുള്ള എക്സാം ത്രൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആവുന്നത്. സോ ഇത്തരത്തിലാണ് നമുക്ക് മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മേജർ കോഴ്സസ് കാണാൻ സാധിക്കുന്നത്.
ഇനി നമുക്ക് നോക്കാനുള്ളത് ലൈബ്രറി ആൻഡ് റീസെർച്ച് റിസോഴ്സ് ആണ്. സോ ലൈബ്രറിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൽ എല്ലാ വിധത്തിലുള്ള ബുക്കും അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റീസെർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ജേർണൽസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി നിങ്ങൾക്ക് കുസാറ്റിലുണ്ട്. സോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കുസാറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ആൻഡ് റെസിഡൻഷ്യൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 700 ഫീമെയിൽസ് ആൻഡ് 600 മെയിൽസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്റ്റൽസ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് നമ്മൾ ഇനി സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, എസ്പെഷ്യലി സ്പോർട്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് വേണ്ടിയുള്ള എല്ലാ റിസോഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് കുസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ട്രാക്സ്, പ്ലേ ഗ്രൗണ്ട്സ് ആൻഡ് കൾച്ചറൽ സ്പേസ് എൻകറേജ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അവിടെയുള്ള സ്പോർട്സ് ആൻഡ് അതർ ആക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ കൾച്ചറൽ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ സർഗം എന്ന് പറഞ്ഞുള്ള അവരുടെ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഇവൻറ്റ് തന്നെയാണ്. സോ ഇനി വേറെ നോക്കുകയാണെങ്കിൽ മെയിൻ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടാവും. റെഗുലർ ഫെസ്റ്റ് ഉണ്ട്, യൂത്ത് ഫെസ്റ്റിവൽസ് ഉണ്ട്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും വളരെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓണം, ക്രിസ്മസ്, ഹോളി മുതലായുള്ള എല്ലാ രീതിയിലുള്ള ഫെസ്റ്റിവൽസ് അവിടെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റുഡൻസ് ക്ലബ്സ് ആൻഡ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള എല്ലാ ക്ലബ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ ബേസിലുള്ള നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ള എല്ലാ വിധത്തിലുള്ള ക്ലബ്ബുകളും അവിടെ അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് ആരെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്, കുസാറ്റിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്. സോ കുസാറ്റ് പോലുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UG പഠനം എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ആൻഡ് നിങ്ങൾക്കുള്ള കിട്ടാൻ പോകുന്ന എക്സ്പോഷറും വളരെ വലിയ രീതിയിലുള്ള തന്നെയായിരിക്കും. നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ നെർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് കുസാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുസാറ്റിലേക്കുള്ള അഡ്മിഷൻ പോസിബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുസാറ്റ് ക്യാറ്റിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിൻ്റെ സിലബസ്, അതിൽ എന്തൊക്കെ വേണം, ഇനി ഏതൊക്കെ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ നിമിഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് കുസാറ്റിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. ഓൾ ദി വെരി ബെസ്റ്റ്.